ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കൊല്ലം ജില്ലയിലെ എഴുകോൺ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ അനിത. ഞാനിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഓപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ കോഴ്സിലെ OFT ലാബിലെ ഒരു പ്രാക്ടിക്കൽ വർക്കാണ്. നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മീഡിയ കൺവേർട്ടറിനെ കുറിച്ചാണ്. അതായത് മീഡിയ കൺവേർട്ടറിനെ കുറിച്ചുള്ള പ്രാക്ടിക്കൽ വർക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. മീഡിയ കൺവേർട്ടർ എങ്ങനെയാണ് ഒരു ഇൻ്റർകണക്റ്റിംഗ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതാണ് നമ്മളുടെ ലാബ് വർക്ക്. എന്താണ് മീഡിയ കൺവേർട്ടർ? മീഡിയ കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് ട്രാൻസ്മിഷൻ മീഡിയ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസാണ്. അപ്പോൾ എന്താണ് ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു സിഗ്നൽ ട്രാവൽ ചെയ്യുന്ന ഫിസിക്കൽ പാത്തിനെയാണ് നമ്മൾ മീഡിയ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വയേർഡ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ട്രാൻസ്മിറ്ററിൽ നിന്നും റിസീവറിലേക്ക് സിഗ്നൽ ട്രാവൽ ചെയ്യുന്ന ഫിസിക്കൽ പാത്താണ് ഒരു മീഡിയ എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് കോപ്പർ വയറിലൂടെ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഇപ്പോൾ കോപ്പർ ഒരു മീഡിയ ആണ്. അതിനകത്ത് തന്നെ കോപ്പർ മീഡിയത്തിൽ തന്നെ കൊയാക്സിയൽ കേബിളുണ്ട്, ട്വിസ്റ്റഡ് പെയർ കേബിളുണ്ട്. കൂടാതെ ഇപ്പോഴുള്ളത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഓപ്റ്റിക്കൽ ഫൈബർ മീഡിയ ആണ്. അതായത് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഒരു ട്രാൻസ്മിഷൻ മീഡിയ ആണ്. അപ്പം മീഡിയ കൺവേർട്ടർ എന്താണ് ചെയ്യുന്നത്? അതായത് രണ്ട് ഡിസിമിലറായിട്ടുള്ള ട്രാൻസ്മിഷൻ മീഡിയത്തിന് തമ്മിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസ്. അപ്പം നമുക്കറിയാം കോപ്പർ വയറിൽ കൂടി എങ്ങനെയാണ് സിഗ്നൽ പാസ് ചെയ്യുന്നത്, ഏത് രൂപത്തിലാണ്? ഇലക്ട്രിക്കൽ സിഗ്നലിൻ്റെ രൂപത്തിലാണ് കോപ്പർ വയറിൽ കൂടെ സിഗ്നൽ കടന്നു പോകുന്നത്. എന്നാൽ ഓപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ നമ്മുടെ ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ സിഗ്നൽ പോകുന്നത് ഏത് ഫോമിലാണ്? ലൈറ്റിൻ്റെ ഫോമിലാണ്. അതായത് ലൈറ്റ് വേവ്സ് ആയിട്ടാണ് ഓപ്റ്റിക്കൽ ഫൈബറിൽ കൂടി ഏത് പോകുന്നത്? നമ്മുടെ ഡേറ്റ അല്ലെങ്കിൽ സിഗ്നൽ പോകുന്നത്. അപ്പോൾ മീഡിയ കൺവേർട്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോപ്പർ വയർ എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ കോപ്പർ വയറിന് പകരം പറയുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ, UTP കേബിൾ എന്ന് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ UTP കേബിളിൽ കൂടി വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ എന്താക്കി മാറ്റും? ഓപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ കടന്നു പോകുന്ന ലൈറ്റ് വേവ്സ് ആക്കി മാറ്റും. അതാണ് മീഡിയ കൺവേർട്ടറിൻ്റെ ഉപയോഗം. അപ്പോൾ ഈ മീഡിയ കൺവേർട്ടർ ഇസ് എ ട്രാൻസീവർ. അതായത് നമുക്ക് ട്രാൻസ്മിറ്ററിൽ ഉപയോഗിക്കാം, ട്രാൻസ്മിറ്ററിലും റിസീവറിലും ഇത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ട്രാൻസ്മിറ്ററിൽ എന്താണ് ചെയ്യുന്നത്? ഇഥർനെറ്റ് കേബിൾ അല്ലെങ്കിൽ UTP കേബിളിൽ കൂടി വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ അതെന്താക്കി മാറ്റും? ഓപ്റ്റിക്കൽ ഫൈബറിൽ കൂടി കടന്നു പോകുന്ന ലൈറ്റ് വേവ്സ് ആയിട്ട് മാറ്റും. തിരിച്ച് റിസീവറിൽ വരുമ്പോഴോ റിസീവറിൽ സെയിം ലൈറ്റ് വേവ്സിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റണം. അപ്പോൾ മീഡിയ കൺവേർട്ടർ ചെയ്യുന്നത് ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിലുള്ള ഒരു ഫോമിലുള്ള സിഗ്നലിനെ അടുത്ത ട്രാൻസ്മിഷൻ മീഡിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് ഈ മീഡിയ കൺവേർട്ടർ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള മീഡിയ കൺവേർട്ടറുകളുണ്ട്. അത് നമുക്ക് പിന്നീട് നമ്മൾ ലാബ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഇനി നമ്മുടെ മീഡിയ കൺവേർട്ടർ എങ്ങനെയാണ് നെറ്റ്വർക്കിംഗ് ഡിവൈസായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ഒരു ഡയഗ്രത്തിൽ കൂടെ കാണിച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ രണ്ട് എഥർനെറ്റ് സ്വിച്ച് ഉണ്ട്. എഥർനെറ്റ് സ്വിച്ച് ലെഫ്റ്റ് സൈഡിൽ 1, റൈറ്റ് സൈഡിൽ ഒരു എഥർനെറ്റ് സ്വിച്ച് 2. നമുക്ക് ഈ രണ്ട് സ്വിച്ചുകളെ തമ്മിൽ, അതായത് സിഗ്നൽ എഥർനെറ്റ് സ്വിച്ച് ഫസ്റ്റ് എഥർനെറ്റ് സ്വിച്ചിലെ സിഗ്നലിനെ എഥർനെറ്റ് സ്വിച്ച് 2-ൽ എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഫൈബർ മീഡിയ കൺവേർട്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ, ഇപ്പോൾ സ്വിച്ച് ആകുമ്പോഴത്തേക്കും എത്ര കണക്ഷൻ നമുക്ക് വേണം അത്രയും കണക്ഷൻസ് ഉണ്ട്. അത് ഓരോ പോർട്ടിൽ നിന്ന് വരുന്നത് നമുക്ക് മാനേജബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം സ്വിച്ചിൽ നിന്ന് ഒരു OTP കേബിൾ അല്ലെങ്കിൽ എഥർനെറ്റ് കേബിൾ വെച്ച് മീഡിയ കൺവേർട്ടർ ഫസ്റ്റിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ആ OTP കേബിള് വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ ആദ്യത്തെ മീഡിയ കൺവേർട്ടർ ഓപ്റ്റിക്കൽ ഫൈബർ സിഗ്നലാക്കി മാറ്റും. ഇനി നമുക്ക് കുറച്ച് ദൂരമാണ്. അപ്പോൾ ദൂരമുള്ളതിലേക്ക് നമ്മൾ ഏത് കമ്മ്യൂണിക്കേഷൻ മീഡിയ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? ഏത് ട്രാൻസ്മിഷൻ മീഡിയ ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്? ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ലോങ് ഡിസ്റ്റൻസിൽ നമ്മൾ ഓപ്റ്റിക്കൽ ഫൈബർ മീഡിയമാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ മീഡിയ കൺവേർട്ടറിൻ്റെ ഓപ്റ്റിക്കൽ ഫൈബർ മീഡിയ ആ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു SFP മൊഡ്യൂൾ എന്ന് വെച്ചാൽ ഓപ്റ്റിക്കൽ കണക്ടർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുവഴി നമ്മൾ ഫൈബർ ഓപ്റ്റിക് കേബിളിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് അനുസരിച്ചാണ് കേബിളിൻ്റെ ലെങ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്.
ലോങ് ഡിസ്റ്റൻസിൽ നമ്മൾ ഫൈബർ ഓപ്റ്റിക് കേബിളാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് കൂടുന്തോറും കോപ്പർ മീഡിയ ആണെങ്കിൽ ലോസ് കൂടും. ഇവിടെയാണെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആകുമ്പോൾ നമ്മൾ ഫൈബർ ഓപ്റ്റിക് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡേറ്റ ആണെങ്കിൽ ലോസ് ഇല്ലാതെ, അതായത് ഇൻ്റർഫറൻസുകൾ, മാഗ്നറ്റിക് ഇൻ്റർഫറൻസും റേഡിയോ ഇൻ്റർഫറൻസും ഒക്കെ കുറവാണ് ഓപ്റ്റിക്കൽ ഫൈബറിൽ. അപ്പോൾ ഈ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി അടുത്ത റിസീവറിൽ എത്തിക്കുകയാണ്. റിസീവറിലും ഒരു ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ കണക്ടർ വഴി അടുത്ത മീഡിയ കൺവേർട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അവിടുന്ന് ആ മീഡിയ കൺവേർട്ടർ ഈ ലൈറ്റ് വേവ്സിനെ, ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി വരുന്ന ലൈറ്റ് വേവ്സിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നു. അവിടെ നമ്മളൊരു UTP കേബിൾ കൊടുത്തിട്ട് അവിടുന്ന് അടുത്ത സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതാണ് ഒരു ഡയഗ്രം ഉപയോഗിച്ച് നമ്മൾ മീഡിയ കൺവേർട്ടർ എങ്ങനെയാണ് നെറ്റ്വർക്കിങ്ങിന് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇന്റർ കണക്റ്റിങ്ങിന് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ഇതേ സെയിം കാര്യം തന്നെ ഒരു ബ്ലോക്ക് ഡയഗ്രം വഴി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഈ ബ്ലോക്ക് ഡയഗ്രത്തിലും 2 മീഡിയ കൺവേർട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ട്രാൻസ്മിറ്റർ സൈഡിലൊരു മീഡിയ കൺവേർട്ടർ, റിസീവർ സൈഡിലൊരു മീഡിയ കൺവേർട്ടർ. നമുക്ക് വരുന്ന എതർനെറ്റ് പോർട്ടിൽ നിന്ന് വരുന്ന ഇൻ്റർനെറ്റ് ഡേറ്റ സിഗ്നലിനെ നമ്മൾ UTP കേബിൾ ഉപയോഗിച്ച് ആദ്യത്തെ മീഡിയ കൺവേർട്ടറേക്ക് കൊടുത്തേക്കുന്നു. ആദ്യത്തെ മീഡിയ കൺവേർട്ടർ ആ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഓപ്റ്റിക്കൽ ഫൈബർ സിഗ്നലാക്കി മാറ്റി ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിലേക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഫൈബർ ഓപ്റ്റിക് ക്ലോഷർ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ഈ മീഡിയ കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന പിക്ടെയിൽ വഴി വരുന്ന സിഗ്നൽ, പിക്ടെയിലിൻ്റെ ലെങ്ത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മളതിന് വലിയൊരു ഓപ്റ്റിക്കൽ ലെങ്ത് കൂടിയ ഓപ്റ്റിക്കൽ ഫൈബറിലേക്ക് സ്പ്ലൈസ് ചെയ്ത് ചേർക്കും. അങ്ങനെ സ്പ്ലൈസ് ചെയ്ത് ചേർക്കുമ്പോഴത്തേക്കും ആ സ്പ്ലൈസിങ് അറേഞ്ച്മെൻറ്റ് വെക്കാൻ, ആഫ്റ്റർ സ്പ്ലൈസിങ് ആ കേബിൾ വെക്കാനുള്ളതാണ് ഓപ്റ്റിക്കൽ ക്ലോഷർ. അത് ട്രാൻസ്മിറ്റർ സൈഡിലും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ റിസീവർ സൈഡിലും അടുത്ത ഓപ്റ്റിക്കൽ ഫൈബർ ക്ലോഷർ ഉണ്ടാകും. ഇത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. റിസീവർ സൈഡിലുള്ള മീഡിയ കൺവേർട്ടർ എന്ത് ചെയ്യും? ഈ വരുന്ന ലൈറ്റ് വേവ്സിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മളുടെ ഏത് ഡിവൈസാണോ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുന്നത്, PCയോ മോഡമോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഈ ലാബിൽ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, നമ്മളുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? അതായത് ഇൻ്റർനെറ്റിൽ വരുന്ന ഒരു എതർനെറ്റ് പോർട്ട് വേണം, ദെൻ മീഡിയ കൺവേർട്ടർ വേണം, മോഡം വേണം, UTP കേബിൾ വേണം, പിക്ടെയിൽ, ഫൈബർ ഓപ്റ്റിക് ക്ലോഷർ, ഔട്ട്പുട്ട് ഡിവൈസ്, ലാപ്ടോപ്പ്, PC, റൂട്ടർ എക്സെട്ര. ഇത്രയുമാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ഇനി മീഡിയ കൺവേർട്ടർ എന്താണെന്ന് പറഞ്ഞേക്കുകയാണ്. എന്താണ്? നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ്, യൂസ്ഡ് ടു കണക്ട് ടു ഡിസിമിലർ മീഡിയ ടൈപ്സ് സച്ച് ആസ് ട്വിസ്റ്റഡ് പെയർ കേബിൾ വിത്ത് ഫൈബർ ഓപ്റ്റിക് കേബിളിംഗ്. അടുത്തത് ഓപ്റ്റിക്കൽ ഫൈബർ സ്പ്ലൈസ് പ്രൊട്ടക്ടർ ക്ലോഷർ. അതായത് ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു ബോക്സാണ്. ബോക്സിനകത്ത് കുറേ ട്രേകളുണ്ട്. അതായത് ഓപ്റ്റിക്കൽ ഫൈബറിനെ സ്പ്ലൈസിങ് കഴിഞ്ഞതിന് ശേഷം അത് അറേഞ്ച് ചെയ്ത് വെക്കണം. ചുമ്മാ തിരിക്കാൻ പറ്റത്തില്ല. ഫൈബർ വളയുകയോ തിരികെയൊന്നും ചെയ്താൽ അതിനകത്തൂടെ കറക്റ്റായിട്ട് ലൈറ്റ് വേവ്സ് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരു ബോക്സ്, അതിനെയാണ് ക്ലോഷർ എന്ന് പറയുന്നത്. ക്ലോഷറിനകത്ത് കുറേ ട്രേകൾ ഉണ്ടായിരിക്കും. ഓരോ ട്രേയിലും നമ്മൾ സ്പ്ലൈസിങ് കഴിഞ്ഞിട്ട് ഇത് അറേഞ്ച് ചെയ്ത് വെക്കും. പിന്നെ പിക്ടെയിൽ. പിക്ടെയിൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കേബിൾ ദാറ്റ് ഹാസ് ആൻ അപ്രോപ്രിയേറ്റ് കണക്ടർ ഓൺ വൺ എൻഡ് ആൻഡ് ലൂസ് വയേഴ്സ് ഓൺ ദി അതർ. അതായത് ഒരു ഓപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. ആ കേബിളിൻ്റെ ഒരറ്റത്ത് നമുക്ക് വേണ്ട സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കണക്ടർ, SC, ST അങ്ങനെ പല തരത്തിലുള്ള കണക്ടറുണ്ട്. SC അങ്ങനെ കണക്ടർ ഉണ്ടാവും. ഒരു സൈഡ് ഫ്രീ ആയിരിക്കും, ലൂസായിട്ട് കിടക്കും. അതിനെയാണ് നമ്മൾ പിക്ടെയിൽ എന്ന് പറയുന്നത്. ഇങ്ങനെ 2 പിക്ടെയിൽ വേണം നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് UTP കേബിൾ. ഇത് നമുക്കറിയാവുന്നതാണ്. അതായത് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളാണ് UTP കേബിൾ. അത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഒരു ഇഥർനെറ്റ് കേബിളാണ്. അടുത്തത് ഈ UTP കേബിളിലോട്ട്, എതർനെറ്റ് കേബിളിലോട്ട് ഉള്ള കണക്ടർ. ആ കണക്ടറിൻ്റെ പേരാണ് RJ45 കണക്ടർ. RJ45 കണക്ടർ കണക്ട് ചെയ്യാനുള്ള എതർനെറ്റ് പോർട്ട് വരും. ഇൻ്റർനെറ്റ് അവൈലബിൾ ആയിട്ടുള്ള എതർനെറ്റ് പോർട്ട്. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. പിന്നെ എന്താണ് അഡ്വാൻറ്റേജസ്? ഈ ഓപ്റ്റിക്കൽ ഫൈബറിനെ UTP കേബിളിനെ അപേക്ഷിച്ചുള്ള അഡ്വാൻറ്റേജസ് ആണ് ഇമ്മ്യൂൺ ടു RFI ആൻഡ് EMI. അതായത് റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർഫറൻസോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസോ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ കൂടെയുള്ള സിഗ്നലിനെ ബാധിക്കത്തില്ല.
രണ്ടാമത് സപ്പോർട്ട് ലോങ് ഡിസ്റ്റൻസ് അപ് ടു 2 കിലോമീറ്റർ മൾട്ടി മോഡ് ഫൈബർ, അപ് ടു 120 കിലോമീറ്റർ സിംഗിൾ മോഡ് ഫൈബർ. അതായത് മൾട്ടി മോഡ് ഫൈബർ ആണെങ്കിൽ 2 കിലോമീറ്റർ വരെ നമുക്ക് യൂസ് ചെയ്യാം. സിംഗിൾ മോഡാണെങ്കിലോ ഏകദേശം 120 കിലോമീറ്റർ വരെ. യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റ് സച്ച് ആസ് സബ്സ്റ്റേഷൻ നെറ്റ്വർക്കിംഗ്. വേരിയസ് ഇൻഡസ്ട്രീസിൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സബ്സ്റ്റേഷൻ നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ലാബ് വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളുടെ പ്രധാന സംഭവം ഏതാണ്? മീഡിയ കൺവേർട്ടറാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ഫ്രണ്ട് പാനൽസ് സാധനത്തെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ഇതെന്ന് പറഞ്ഞാൽ ഈ മീഡിയ കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് ഇലക്ട്രോണിക് ഡിവൈസാണ്. മീൻസ് ഇതൊരു 5 വോൾട്ട് DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. 5 വോൾട്ട് DC കൊടുക്കുന്ന പോർട്ടാണ്. ആക്റ്റീവ് ഡിവൈസാണ് മീഡിയ കൺവേർട്ടർ എന്ന് പറയുന്നത്. ഇത് 5 വോൾട്ട് DC-യിൽ വർക്ക് ചെയ്യുന്നു. കൂടാതെ ഇനി ഇതിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് വരികയാണ്. ഫ്രണ്ട് പാനലിൽ പ്രധാനമായിട്ടും 2 പോർട്ടുകളാണ് ഉള്ളത്. ഈ 2 പോർട്ടുകളെന്ന് വെച്ചാൽ ഒന്നാമത്തത് എതർനെറ്റ് പോർട്ട് എന്ന് പറയും. അതായത് UTP കേബിൾ നമ്മൾ കണക്ട് ചെയ്യുന്ന RJ45 കണക്ടർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന ഈ പോർട്ടിനെയാണ് നമ്മൾ എതർനെറ്റ് പോർട്ട് എന്ന് പറയുന്നത്. പിന്നുള്ളത് ഒരു ഫൈബർ പോർട്ടാണ്, ഓപ്റ്റിക്കൽ ഫൈബർ പോർട്ട്. ഈ ഓപ്റ്റിക്കൽ ഫൈബർ പോർട്ട് ഒരു ക്യാപ്പ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അത് ഡസ്റ്റൊന്നും അതിനകത്തേക്ക് ഫൈബറിനകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഓപ്റ്റിക്കൽ ഫൈബർ പോർട്ട്. അപ്പോൾ 2 പോർട്ടുകൾ എതർനെറ്റ് പോർട്ടും ഓപ്റ്റിക്കൽ ഫൈബർ പോർട്ടും. പിന്നെ കുറേ ഇൻഡിക്കേറ്റേഴ്സാണ്, LED ഇൻഡിക്കേറ്റേഴ്സാണ്. അപ്പം നമ്മളിതിന് പവർ കൊടുക്കുമ്പോൾ തന്നെ ഈ സൈഡിൽ ഏറ്റവും താഴെയുള്ള പവർ LED ഗ്ലോ ചെയ്യും പവർ കൊടുക്കുമ്പോൾ. ബാക്കി LEDs ഒക്കെ ഗ്ലോ ചെയ്യുന്നത് നമ്മളുടെ നെറ്റ്വർക്കിംഗ് കംപ്ലീറ്റ് ആകുമ്പോഴാണ്. ഇതിനകത്ത് ആ പവറിൻ്റെ ഈ സൈഡിൽ, അതായത് പവറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള LED എന്ന് വെച്ചാൽ FDX എന്ന് പറയും. എന്ന് വെച്ചാൽ ഫുൾ ഡ്യൂപ്ലെക്സ് സിസ്റ്റം എന്നാണ് FDX. FDX മീൻസ് ദിസ് മീഡിയ കൺവേർട്ടർ ഈസ് കേപ്പബിൾ ഓഫ് ബൈഡയറക്ഷണൽ ട്രാൻസ്മിഷൻ ഓഫ് ഡേറ്റ അറ്റ് ദ സെയിം ടൈം. അതായത് ഒരേ സമയത്ത് തന്നെ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്കും റിസീവറിൽ നിന്ന് ട്രാൻസ്മിറ്ററിലേക്കും ഡേറ്റ ഫ്ലോ ചെയ്യാൻ പറ്റും. അതാണ് FDX എന്ന് പറഞ്ഞാൽ. വേറെ HDX ഉണ്ട്, ഹാഫ് ഡ്യൂപ്ലെക്സ് സിസ്റ്റം. ഹാഫ് ഡ്യൂപ്ലെക്സ് സിസ്റ്റത്തിനും ഡേറ്റ ബൈഡയറക്ഷണൽ ഫ്ലോ നടക്കും. പക്ഷേ ഒരു സമയത്ത് ഒരിടത്തേക്ക് മാത്രമേ ഹാഫ് ഡ്യൂപ്ലെക്സ് സിസ്റ്റത്തിൽ ഡേറ്റ ഫ്ലോ നടക്കൂ. അപ്പം ഇത് FDX ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സമയത്ത് തന്നെ 2 ഡയറക്ഷനിലും ഡേറ്റ ഫ്ലോ നടക്കാം. അത് സാധ്യമാക്കുന്ന ഡിവൈസാണ്. അതുകൊണ്ടാണ് FDX. അപ്പം നമ്മൾ കണക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഈ FDX എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്ററും കത്തും, പവറിൻ്റെ ഇൻഡിക്കേറ്റർ, എല്ലാ ഇൻഡിക്കേറ്റേഴ്സും കത്തും. ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഇതിനകത്ത് FX എന്നും TX എന്നും എഴുതിയിട്ടുണ്ട്. FX മീൻസ് ഫൈബർ മീഡിയ, TX മീൻസ് എതർനെറ്റ് മീഡിയ അല്ലെങ്കിൽ കോപ്പർ മീഡിയ. അപ്പോൾ ഇതിൻ്റെ ഫൈബർ സൈഡ് എല്ലാം ഓക്കെ ആണെങ്കിൽ അത് ആ LED ഗ്ലോ ചെയ്യും. ഇനി കോപ്പർ സൈഡ് ഓക്കെ ആണെങ്കിൽ ആ 2 LED ഗ്ലോ ചെയ്യും. ഇനി എന്തെങ്കിലും കണക്ഷനിൽ പ്രശ്നമോ അല്ലെങ്കിൽ ഫൈബർ സൈഡ് ഓക്കെ അല്ലെങ്കിൽ ഇവിടുത്തെ LEDs 2 ഗ്ലോ ചെയ്യത്തില്ല. ഇനി കോപ്പർ സൈഡാണ് ഓക്കെ അല്ലാത്തത്, കണക്ഷൻ കംപ്ലീറ്റ് ആവാത്തതെങ്കിൽ അവിടുത്തെ 2 LED ഗ്ലോ ചെയ്യത്തില്ല. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ LEDസും കത്തി കിടക്കും. അതിനകത്ത് നടുക്കലത്തെ 2 LED ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് അതായത് നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടും. അത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ അപ്പോൾ ഈ നമ്മളുടെ ഈ അവൈലബിൾ ആയിട്ടുള്ള ഈ മീഡിയ കൺവേർട്ടറിൽ എത്ര പോർട്ടുകളാണുള്ളത്? 2 പോർട്ടുകളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ RJ45 കണക്ട് ചെയ്യുന്ന എതർനെറ്റ് പോർട്ട്, അടുത്തതെന്ന് വെച്ചാൽ ഓപ്റ്റിക്കൽ ഫൈബർ പോർട്ട്. 2 പോർട്ടുകളാണ്. ഇനി വേറെ തരം മീഡിയ കൺവേർട്ടർ ഉണ്ട്. അതിനകത്ത് 2 പോർട്ടും ഓപ്റ്റിക്കൽ പോർട്ട് തന്നെയാണ്. അതായത് ഇതിനകത്ത് എതർനെറ്റ് പോർട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഫൈബർ ടു ഫൈബർ കൺവേർട്ടർ എന്ന് പറയും. അതായത് അത് ഉപയോഗിക്കുന്നത് സിംഗിൾ മോഡ് ഡേറ്റയെ, സിംഗിൾ മോഡ് ഫൈബറിനെ മൾട്ടി മോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ. അവിടെ നമ്മൾ 2 ഫൈബർ പോർട്ടുകളാണുള്ളത്. സിംഗിൾ മോഡിനെ മൾട്ടി മോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്? എൻ്റെ കയ്യിൽ ഇതാണ് ഞാൻ പറഞ്ഞ UTP കേബിൾ എന്ന് പറയുന്ന സാധനമാണ്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളാണിത്. അതിൻ്റെ അറ്റത്തുള്ള കണക്ടർ, ഈ കണക്ടറിൻ്റെ പേര് RJ45 കണക്ടറാണ്. ഇത് നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള കണക്ടറാണ്. ഈ UTP കേബിളാണ് ഇതിനകത്തേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുന്നത്.
ഓപ്റ്റിക്കൽ പോർട്ടിലേക്ക് നമ്മൾ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് കണക്ട് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പിക്ടെയിലുണ്ട്. പിക്ടെയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ് പിക്ടെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ഒരു എൻഡിൽ മാത്രം കണക്ടർ ഘടിപ്പിച്ചിട്ടുള്ളതാണ്. മറ്റേ എൻ്റെ എന്താണ് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ പിക്ടെയിൽ എന്ന് പറയുന്നത്. ഇനി ഈ എൻഡിലും കണക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ ഇതിന് പാച്ച് കോഡ് എന്ന് പറയുമായിരുന്നു. അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് ഒരു എൻഡിൽ മാത്രം കണക്ടറുള്ള ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിനെയാണ് നമ്മൾ പിക്ടെയിൽ എന്ന് പറയുന്നത്. ഈ പിക്ടെയിലിൻ്റെ ഈ കണക്ടർ നമ്മൾ ഇവിടെ എല്ലാ കണക്ടേഴ്സിനും ക്യാപ്പ് ഇട്ടിട്ടുണ്ടാവും, പൊടിയൊന്നും കയറുന്നത്. ഇതാണ് നമ്മൾ ഈ ഓപ്റ്റിക്കൽ ഫൈബർ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ. അപ്പം നമ്മൾ സിഗ്നൽ ഇപ്പോൾ ഈ മീഡിയ കൺവെർട്ടർ എന്താണ് ചെയ്യുന്നത്? ഈ എതർനെറ്റ് കേബിളിൽ കൂടി വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ എന്താക്കി മാറ്റും? ലൈറ്റ് ആക്കി മാറ്റും. അപ്പോൾ ഈ ഓപ്റ്റിക്കൽ ഫൈബർ പോർട്ടിൽ ലൈറ്റ് വേവ്സ് ആണ് വരുന്നത്. അത് ഈ പിക്ടെയിൽ വഴി ഈ പിക്ടെയിലിൻ്റെ അറ്റത്ത് വരെ വന്ന് നിൽക്കും. ഇവിടെ വരെ ഉള്ളൂ. ഇവിടെ വരെ എന്താണ് ലൈറ്റ് വേവ്സ് വരും. അപ്പോൾ ഈ മീഡിയ കൺവെർട്ടർ ഈ എതർനെറ്റ് കേബിളിൽ കൂടി വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഓപ്റ്റിക്കൽ സിഗ്നലാക്കി മാറ്റി. ഇനി ഇത്രയും മീഡിയ കൺവെർട്ടറിൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? ഇത് എത്ര ദൂരം നമ്മൾ കൊണ്ടുപോകണം? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിംഗ് ആണ് നമ്മൾ സാധാരണയായിട്ട്. ഇപ്പോൾ ഡിസ്റ്റൻസ് കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എന്താണ്? ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിംഗ് ആണ്. ഓപ്റ്റിക്കൽ ഫൈബർ സിഗ്നൽസിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റും. അതായത് ഡിസ്റ്റൻസ് കൂടുമ്പോഴത്തേക്കും നമ്മുടെ കോപ്പർ കേബിളിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, ലോസുകളുണ്ട്, ഇൻ്റർഫറൻസുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റൻസ് കൂടിയ കേസിൽ ഫൈബർ ഓപ്റ്റിക്കാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഫൈബർ ഓപ്റ്റിക്കുള്ള ലൈറ്റ് വേവ്സ് ആണെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർഫറൻസോ പിന്നെ മാഗ്നറ്റിക് ഇൻ്റർഫറൻസോ ഒന്നുമില്ല, ലോസ് കുറവാണ്. അതുകൊണ്ട് പിന്നെ ഈ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് വെച്ചാൽ കോപ്പർ കേബിളിനേക്കാളും മാനേജ് ചെയ്യാൻ ഈസിയാണ്. സോ നമ്മൾ ലോങ് ഡിസ്റ്റൻസിന് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് എന്താണ്? ഓപ്റ്റിക്കൽ ഫൈബറാണ്. ഇനി നമുക്ക് എത്ര ഡിസ്റ്റൻസിൽ ഇത് കൊണ്ടുപോകണം അത് നമ്മൾ തീരുമാനിക്കുന്നതിന് എത്ര ഡിസ്റ്റൻസ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിന് ഉപയോഗിക്കുമ്പോൾ അത്രയും ലെങ്തിലുള്ള ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇതിൻ്റെ അറ്റത്തേക്ക് നമ്മൾ സ്പ്ലൈസ് ചെയ്ത് ഉപയോഗിക്കും. ഇനി നമുക്ക് നമ്മുടെ ലാബ് വർക്കിലേക്ക് കിടക്കാം. അതായത് മീഡിയ കൺവെർട്ടർ എങ്ങനെയാണ് നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അത് ചെയ്ത് കാണിക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും വീഡിയോ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ ലാബിലെ നെറ്റ്വർക്ക് പോർട്ടാണ്. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നെറ്റാണിത്. ഇത് നമ്മൾ ഇതർനെറ്റ് കേബിൾ വഴി ഇവിടെ വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഇതർനെറ്റ് കേബിൾ വഴി നമ്മൾ ഈ മീഡിയ കൺവെർട്ടറിലേക്ക് കൊടുക്കുകയാണ്. നമുക്ക് എന്താ വേണ്ടത്? ഈ നെറ്റ് കണക്ഷൻ കുറേ ദൂരെയുള്ള കുറച്ച് ഡിവൈസിലേക്ക് നമുക്ക് കണക്ട് ചെയ്യണം. അങ്ങനെയാണ് നെറ്റ്വർക്കിംഗ് സാധ്യമാകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മീഡിയ കൺവെർട്ടർ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ലാബിലെ ഈ നെറ്റ്വർക്ക് പോർട്ടിൽ നിന്നും ഇൻ്റർനെറ്റ് കണക്ഷൻ കുറച്ച് ദൂരെയുള്ള ഡിവൈസിലേക്ക് കണക്ട് ചെയ്യണം. അപ്പം കുറച്ച് ദൂരെയുള്ള ഡിവൈസിലേക്ക് കണക്ട് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് നമ്മൾ ദൂരം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് മീഡിയ ചൂസ് ചെയ്യും? ഓപ്റ്റിക്കൽ ഫൈബർ മീഡിയ യൂസ് ചെയ്യും. അപ്പോൾ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിലേക്ക് നമ്മളുടെ ഈ സിഗ്നലിനെ കൺവേർട്ട് ചെയ്യണം. ഇത് ഇലക്ട്രിക്കൽ സിഗ്നലാണ്. അപ്പോൾ ഇവിടെ ഒരു കൺവേർട്ടർ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ആ കൺവേർട്ടറാണ് ഈ കാണിക്കുന്ന ഫസ്റ്റിലെ മീഡിയ കൺവേർട്ടർ. ഇതിലേക്ക് ഇതിൻ്റെ ഓപ്റ്റിക്കൽ പോർട്ടിലേക്ക് ഇതാണ് ലാബിൽ വരുന്ന ഇന്റർനെറ്റ് കണക്ഷൻ UTP കേബിൾ വിത്ത് RJ45. ഇവിടെ വരുന്നത് ഇലക്ട്രിക്കൽ സിഗ്നലാണ്. ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമ്മൾ എവിടെയാണ്? മീഡിയ കൺവേർട്ടറിന്റെ എതർനെറ്റ് പോർട്ടിലേക്ക് കണക്ട് ചെയ്യുകയാണ്. മീഡിയ കൺവേർട്ടറിന്റെ എതർനെറ്റ്, അതായത് പവർ ഓൺ ആയപ്പോൾ ഈ LED ഗ്ലോ ചെയ്തിരിക്കുന്നു. ഒറ്റ LED മാത്രം ഗ്ലോ ചെയ്യുന്നു. പവർ മാത്രമേ ഓണുള്ളൂ, വേറെ ഒരു കണക്ഷനും ഇല്ല. അപ്പം സോ ബാക്കി എല്ലാ LEDയും ഓഫ് കണ്ടീഷനിലായിരിക്കും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഈ എതർനെറ്റ് കേബിൾ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ 3 LED ഗ്ലോ ആയി. മീൻസ് എന്താണ്? ഇതിൻ്റെ കോപ്പർ സൈഡ് ഓക്കെയാണ്. കോപ്പർ സൈഡ് ഓക്കെയാണ്. നെറ്റ് കണക്ഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഡാറ്റയുടെ സ്പീഡിനെ കാണിക്കുന്നതാണ്. ഈ മീഡിയ കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ 100 Mbps ആണ്.
100 Mbps. അതായത് ഫാസ്റ്റ് ഇഥർനെറ്റ് ആണ്. താഴത്തെ FDX ഗ്ലോ ആയി. ഫുൾ നേരത്തെ ഞാൻ പറഞ്ഞു FDX എന്ന് വെച്ചാൽ ഫുൾ ഡ്യൂപ്ലക്സ് സിസ്റ്റം. ഇതിന്റെ ഫൈബർ സൈഡ് ഓക്കെ അല്ല. സോ മുകളിലത്തെ 2 LED ഗ്ലോ ആയില്ല. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നു? പിക്ടെയിലിന്റെ ഒരു എൻഡ് കണക്ട് ചെയ്യുന്നു. പിക്ടെയിലിന്റെ ഒരു എൻഡ് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. ഇതിനാണ് നമ്മളുടെ ഓപ്റ്റിക്കൽ ഫൈബർ മീഡിയത്തിലേക്കുള്ള കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പിക്ടെയിൽ കണക്ട് ചെയ്തു. ഓക്കെ. ഇനി ഇവിടെ ഈ പിക്ടെയിലിന്റെ ഇങ്ങേയറ്റം ഈ ലാസ്റ്റ് പിക്ടെയിലിന്റെ ഫ്രീ എൻഡ് ഞാൻ ഒരു നീളമുള്ള ഓപ്റ്റിക്കൽ ഫൈബറുമായിട്ട് സ്പ്ലൈസ് ചെയ്ത് ഓൾറെഡി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ സ്പ്ലൈസിങ് എന്നൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം പറ്റത്തില്ല. നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ സ്പ്ലൈസിങ് കണ്ടിട്ടുണ്ട്. സോ സ്പ്ലൈസിങ് കാണിക്കുന്നില്ല. ഓൾറെഡി ഈ പിക്ടെയിലിന്റെ ലാസ്റ്റ് അറ്റം എന്ന് പറയുന്നത് ഏതുമായിട്ട് ഒരു ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിലെ ഒരു ഫൈബറുമായിട്ട് സ്പ്ലൈസ് ചെയ്തിട്ട് ഈ ട്രേയിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓൾറെഡി ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ലാബിൽ വരുമ്പോൾ നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പോൾ പിക്ടെയിൽ നമുക്ക് എത്ര ലെങ്തിലേക്കാണ്, എത്ര ദൂരമാണ് സിഗ്നലിനെ കൊണ്ടുവന്നത്, അത്രയും ദൂരത്തിൽ അത്രയും ലെങ്തിലുള്ള ഓപ്റ്റിക്കൽ ഫൈബറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഓപ്റ്റിക്കൽ ഫൈബറിന്റെ ഒരു ഫൈബറുമായിട്ട് ഞാനിവിടെ നീല ബ്ലൂ ഫൈബറാണ് എടുത്തിരിക്കുന്നത്. ആ ബ്ലൂ ഫൈബറുമായിട്ട് സ്പ്ലൈസ് ചെയ്ത് ഈ ട്രെയിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ കേബിളിന്റെ അങ്ങേയറ്റം എത്ര മീറ്റർ ലെങ്തുള്ള കേബിളാണെന്ന് വെച്ചാൽ അതിന്റെ അങ്ങേയറ്റം അടുത്തത് ഇവിടെ എന്ത് വരും? അതേ സിഗ്നൽ വരും. അവിടെ നിന്ന് നമുക്ക്, അതായത് റിസീവറിൻ്റെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു പിക്ടെയിൽ ഈ ജോയിന്റ് ക്ലോഷർ ഒരു പിക്ടെയിലിന്റെ ഫ്രീ എൻഡുമായിട്ട് അവിടെ നിന്ന് വരുന്ന ബ്ലൂ ഫൈബറിനെ സ്പ്ലൈസ് ചെയ്ത് ഇവിടെയും ഇതിനകത്ത് ഞാൻ തുറന്നു വെച്ചിട്ടില്ല, അത് തുറന്നു വെച്ച് കാണിച്ചതേ ഉള്ളൂ. തുറക്കേണ്ട കാര്യമില്ലല്ലോ, സെയിം തന്നെയാണ്. ഇവിടെയും ആ ട്രേയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ സ്പ്ലൈസ് ചെയ്ത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എത്ര ദൂരം നമുക്ക് കൊണ്ടുപോകണം അത്രയും ലെങ്തിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ എടുത്തിട്ട് രണ്ടറ്റവും അവിടുത്തെ അറ്റം എന്ന് വെച്ചാൽ അവിടെ ഒരു പിക്ടെയിലുമായിട്ട് സ്പ്ലൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചു. ഈ വരുന്ന എൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പിക്ടെയിലിന്റെ ഒരു എൻഡുമായിട്ട് സ്പ്ലൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്ത് കിട്ടിയപ്പോൾ അവിടെ നിന്നുള്ള ഡേറ്റ ഈ പിക്ടെയിലിന്റെ ഈ ഒരറ്റം വരെ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ നെറ്റ് കണക്ഷൻ, നമ്മൾ ലാബിൽ കൊടുത്ത നെറ്റ് കണക്ഷൻ ഇത്രയും ദൂരം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഇതിന്റെ എൻഡിലുണ്ട്. ഇനി നമുക്കിത് റിസീവറിലേക്ക് കണക്ട് ചെയ്യാം. ഡയറക്റ്റ് നമുക്ക് ഏതെങ്കിലും റിസീവർ ലാപ്ടോപ്പിലോ സിസ്റ്റത്തിലോ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇല്ല. സോ നമുക്ക് ഇവിടെ വീണ്ടും എന്ത് ചെയ്യണം? ഈ വരുന്ന ഓപ്റ്റിക്കലിനെ എന്താക്കി മാറ്റണം? ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റണം. അതുകൊണ്ട് നമ്മളിവിടെ വീണ്ടും അടുത്ത മീഡിയ കൺവേർട്ടർ യൂസ് ചെയ്യും. ആ മീഡിയ കൺവേർട്ടറിന്റെ ഓപ്റ്റിക്കൽ പോർട്ടിലേക്ക്, ഇപ്പൊ ഇതിന്റെ ഓപ്റ്റിക്കൽ പോർട്ടിലെ LED കത്തുന്നില്ല. കാരണം എന്താണ്? ഇതിന്റെ ഓപ്റ്റിക്കൽ ഇവിടെ ഓപ്പൺ ആണ്, ഒന്നും കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. കറക്റ്റായിട്ട് കൊടുത്തു. അപ്പോഴതിൻ്റെ എല്ലാ LEDയും ഗ്ലോ ചെയ്യുന്നുണ്ട്. പവർ LED, ഫുൾ ഡ്യൂപ്ലെക്സ് സിസ്റ്റം, പിന്നെ ഫൈബർ സൈഡിലുള്ള LED 2 ഗ്ലോ ചെയ്തു. ഇത് കോപ്പർ സൈഡിലുള്ള LED. അപ്പോൾ എല്ലാ LEDയും ഗ്ലോ ചെയ്യും. ഏറ്റവും മുകളത്തെ എന്താണ് കാണിക്കുന്നത്? ഡേറ്റയുടെ സ്പീഡ്. ഇവിടെ നമ്മൾ ഫാസ്റ്റ് ഇഥർനെറ്റ് 100 Mbps 100 Mbps ആണ്. ഇപ്പം നമ്മൾ ഇത് ഓൾറെഡി ഇപ്പം നമുക്ക് നെറ്റ് കണക്ഷൻ, അവിടെ നിന്നുള്ള നെറ്റ് കണക്ഷൻ ഇവിടെ കിട്ടുന്നതായിരിക്കും. നമ്മൾ നോക്കി സെർച്ച് ചെയ്താൽ, അതായത് ഇതാണ് ഔട്ട്പുട്ട്, നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസ്. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ നെറ്റ് കണക്ഷൻ അവിടെ അവൈലബിൾ ആണ്. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന മീഡിയ കൺവേർട്ടറാണ്. ആ മീഡിയ കൺവേർട്ടർ നമുക്കിവിടെ കിട്ടും. നെറ്റ് കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു വർക്കിലൂടെ നമുക്ക് മനസ്സിലാക്കിയത് എന്തൊക്കെ കാര്യങ്ങളാണ്? എങ്ങനെയാണ് ഈ മീഡിയ കൺവേർട്ടർ ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഈ കേബിളിന്റെ ലെങ്ത് എത്രയുണ്ടെന്ന് വെച്ചാൽ അത്രയും ലെങ്തിലുള്ള ഡിവൈസ്, അത്രയും ഡിസ്റ്റൻസിലുള്ള ഡിവൈസിനെയാണ് നമ്മളിവിടെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. മീഡിയ കൺവേർട്ടർ എങ്ങനെയാണ് നെറ്റ്വർക്കിംഗ് ഉപയോഗിക്കുന്നത് മനസ്സിലായി. പിന്നെന്ത് മനസ്സിലായി? സ്പ്ലൈസിങ് എങ്ങനെയാണ് സ്പ്ലൈസിങ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ജോയിന്റ് ക്ലോഷറിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്, ഈ സ്കില്ലുകളൊക്കെ നമുക്ക് ഈ ഒരു ലാബ് വർക്ക് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വർക്കിലൂടെ നിങ്ങൾക്ക് മീഡിയ കൺവേർട്ടേഴ്സിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടൊരു ഐഡിയ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ഈ വീഡിയോ കാണണം, എന്നിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് സ്കൂളിൽ വരുമ്പോൾ നമുക്കിത് വിശദമായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.